Hi everyone. Today we are going to discuss gate questions. അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗേറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ജസ്റ്റ് ഓരോ പാർട്ട് ബൈ പാർട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എന്താണ് എന്ന് മനസ്സിലാക്കുക, ദെൻ അതിൻ്റെ ആൻസേഴ്സ്, അതിൽ കൂടെ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗേറ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 1 എന്ന് പറഞ്ഞ ഈ വീഡിയോയിൽ ആദ്യത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് തന്നെ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ്, നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് സെലക്ട് ചെയ്യാൻ കാരണം നമുക്കറിയാം കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, മാത്സ് ഉണ്ട്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് റെസ്പോൺസ് ഓഫ് എ മെറ്റൽ loading and unloading response of a metal is shown in the figure. The elastic and plastic strains corresponding to 200 megapascal stress. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, അതായത് നിങ്ങൾക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം ലോഡ് കൊടുക്കും അല്ലേ? ലോഡ് കൊടുക്കുമ്പം ലോഡിനനുസരിച്ച് എന്തായിരിക്കും? ഡിഫോർമേഷൻ വരും. ലോഡിനനുസരിച്ച് ഡിഫോർമേഷൻ ഇങ്ങനെ വന്ന് നമ്മൾ എവിടെ ലോഡ് സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ നിൽക്കുന്നു അല്ലേ? ബ്രേക്ക് ചെയ്യുന്നു. സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താ? താഴേക്ക് വന്ന് ബ്രേക്ക് ചെയ്യുന്നു. അത് നമുക്ക് എടുക്കണ്ട. നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് വരെ ലോഡ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അൺലോഡ് ചെയ്തു. അപ്പം ഇങ്ങനൊരു കർവ്, അതായത് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ആണെന്ന് കരുതുക. യൂഷ്വലി ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ ആണ്. ഇവിടെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ആക്കി കൺവേർട്ട് ചെയ്തു. ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അൺലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അൺലോഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത്രയും വരെ ലോഡ് ചെയ്ത് തന്നെ അങ്ങ് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി മെറ്റീരിയൽ എന്ത് ചെയ്യണം? ശരിക്കും ഈ വന്ന വഴി തന്നെ തിരിച്ചിങ്ങനെ വരണം അല്ലേ? പക്ഷേ മിക്ക മെറ്റീരിയലും അങ്ങനെ വരില്ല. അതെന്ത് ചെയ്യും? ഇങ്ങനെ തിരിച്ചു വരും. അപ്പം അതിൻ്റെ മീനിങ് എന്താ? ആദ്യം ഈ റെഡ് പോയിന്റ് വരെ, ഇത്രയും വരെ ഉണ്ടായിരുന്ന സ്ട്രെയിന് അൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടം വരെ? ഈ ഒരു പോയിന്റിൽ. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യാം, ഈ ഒരു പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര പാർട്ടാണ് അൺലോഡ് ചെയ്തപ്പം റിക്കവർ ആയിരിക്കുന്നത്? ദിസ് പാർട്ട് അല്ലേ? ഇതാണ് തിരിച്ചു വന്നത്. പക്ഷെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് മെറ്റീരിയൽ എത്രമാത്രം ഡിഫോം ചെയ്ത് നിൽപ്പുണ്ട്? ഇത്രയും. അപ്പോൾ ഈ പോയിന്റ് 1 വരെയുള്ള സ്ട്രെയിനിനെ എന്ത് ചെയ്യും? പെർമനന്റ് സ്ട്രെയിൻ ആണ്. അതിനെ എന്ത് പറയും? പ്ലാസ്റ്റിക് സ്ട്രെയിൻ. കാരണം എന്താ? അത് തിരിച്ചു പോകുന്നില്ല. പക്ഷെ പോയിന്റ് 2 വരെയുള്ളതിനെ എന്ത് പറയും? ഇലാസ്റ്റിക് സ്ട്രെയിൻ. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇലാസ്റ്റിക്കും പ്ലാസ്റ്റിക് സ്ട്രെയിനും എന്താ അത്രയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്ലാസ്റ്റിക് സ്ട്രെയിൻ എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? അൺലോഡ് ചെയ്തപ്പം ഇത്രയുമാണ്. അപ്പൊ ഇവിടെ വരെ 0.01. അപ്പം പ്ലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 0.01 എന്നറിയാം ഫിഗറിൽ നിന്ന്. ഇലാസ്റ്റിക് സ്ട്രെയിനോ? ഇവിടെ നിന്ന് അൺലോഡ് ചെയ്തപ്പോൾ ഇത്രയും റിക്കവറായി. അപ്പൊ എത്ര ആയിരിക്കും? 0.03 നിന്ന് എത്ര വരെ കുറഞ്ഞു? 0.01 വരെ. അപ്പോൾ 0.03 മൈനസ് 0.01 എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ്, ദാറ്റ് ഈസ് ദിസ് വൺ ഈസ് 0.02. അപ്പോൾ ഇലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്ര? 0.02 ആയിട്ട് കിട്ടി. 0.02. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും? പ്ലാസ്റ്റിക് സ്ട്രെയിൻ, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് സ്ട്രെയിൻ 0.02, പ്ലാസ്റ്റിക് സ്ട്രെയിൻ എത്രയാണ്? 0.01. അപ്പോൾ ആൻസർ എത്ര? ബി. ആൻസർ ഈസ് ബി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ മെഷീനിങ് ഓപ്പറേഷൻ, if a cutting tool traces the workpiece,
മെഷീനിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഇറ്റ്സ് ജസ്റ്റ് റിമൂവിങ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ്. മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. മെഷീനിങ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. മെറ്റൽ ഫോമിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യില്ല. അപ്പോൾ മെഷീനിങ് ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇഫ് എ കട്ടിംഗ് ടൂൾ ട്രേസസ് ദ വർക്ക് പീസ്, അതായത് കട്ടിംഗ് ടൂൾ ഉണ്ട്, നമ്മുടെ കയ്യിലൊരു കട്ടിംഗ് ടൂൾ ഉണ്ട്, ആ കട്ടിംഗ് ടൂളിന് വർക്ക് പീസിനെ മെഷീൻ ചെയ്തെടുക്കുകയാണ്. അതാണ് കട്ടിംഗ് ടൂൾ ട്രേസസ് ദ വർക്ക് പീസ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ഡയറക്ട്രിക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ജനറാട്രിക്സ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ഉണ്ട്, ഡയറക്ട്രിക്സും ജനറാട്രിക്സും. അതെന്താണെന്ന് നോക്കാം. അതറിഞ്ഞാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റൂ, ഇല്ലേ? അപ്പോൾ അത് കണ്ടിട്ടൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഡയറക്ട്രിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ജനറാട്രിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം ജനറാട്രിക്സ് എന്താണെന്ന് നോക്കാം. ജനറാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ ജനറേറ്റഡ് ബൈ ദ പ്രൈമറി മോഷൻ ഓഫ് ദ കട്ടിംഗ് ടൂൾ. അതായത് കട്ടിംഗ് ടൂളിന്റെ പ്രൈമറി മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഞാനൊരു പർട്ടിക്കുലർ ഒരു സിലിണ്ട്രിക്കൽ വർക്ക് പീസ് എടുത്തു. സിലിണ്ട്രിക്കൽ വർക്ക് പീസിനെ ഒരു കട്ടിംഗ് ടൂൾ എടുത്തിട്ട്, ഒരു ഷാർപ്പ് കട്ടിംഗ് ടൂൾ എടുത്തു. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഈ സിലിണ്ട്രിക്കൽ വർക്ക് പീസ് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതിനെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെയ്ത്തിലാണെന്ന് കരുതുക, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ചക്ക് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു കട്ടിംഗ് ടൂൾ ഇത് വെച്ച് ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് മെഷീൻ ചെയ്തെടുക്കുക. മെഷീൻ ചെയ്തെടുക്കുമ്പോൾ എന്തു? ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഞാൻ കൊടുക്കുന്ന എത്ര ഫീഡ് കൊടുക്കുന്ന അതിനനുസരിച്ച് എന്ത് പറ്റും? ഇത് റിമൂവ് ചെയ്യും, മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഇനി എങ്ങോട്ടേക്കാ? ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കിയെന്ന് കരുതുക. ഇതാണ് എൻ്റെ പ്രൈമറി പർപ്പസ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഫീഡ് കൊടുത്തിട്ട് ഞാൻ ഈ പോർഷൻ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഡയമീറ്റർ കുറഞ്ഞ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോർഷൻ വരും. അപ്പോൾ ആക്ച്വലി നമ്മൾ എങ്ങോട്ടേക്കാണോ കട്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനെയാണ് എന്ത് പറയുന്നത്? ജനറാട്രിക്സ്. ഓക്കെ, അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ കട്ടിംഗ് ടൂള് വർക്ക് പീസുമായിട്ട് മൂവ് ചെയ്യുന്ന പ്രൈമറി മോഷൻ, എന്ത് മെഷീനിങ് ആണോ നടക്കുന്നത് ആ ഡയറക്ഷനെയാണ് ജനറാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി മോഷൻ. ഇപ്പോൾ എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാണ്. അവിടെ പ്രൈമറി മോഷൻ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള മോഷനാണ്. ഇനി എത്ര ഫീഡ് കൊടുക്കണം എന്നുള്ളതാണ് ഡയറക്ട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫീഡ്, ഇപ്പം ഞാൻ 1 mm ഫീഡ് കൊടുക്കാം, 2 mm ഫീഡ് കൊടുക്കാം. അപ്പം എത്ര ഡെപ്തിൽ, അതാണ് ഡയറക്ട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു കട്ടിംഗ് ടൂൾ ട്രേസസ് ദ വർക്ക് പീസിനെ ട്രേസ് ചെയ്തു സച്ച് ദാറ്റ് ഡയറക്ട്രിക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ജനറാട്രിക്സ്. ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് കേട്ടോ, ഈ ഫിഗർ. അപ്പോൾ ജനറാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈമറി മോഷൻ. പ്രൈമറി മോഷൻ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇങ്ങനൊരു സർക്കുലർ മോഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത്. ഇനിയും ഫീഡ് എങ്ങോട്ടാ കൊടുക്കുന്നത്? അപ്പൊ അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുന്നു, ജസ്റ്റ് ഇത്രയും പാർട്ട് മെഷീൻ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അടുത്തതിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിനിന് ഡയറക്ട്രിക്സ് പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് സർഫസാണ് കിട്ടുന്നത്? ആദ്യം ഒരെണ്ണം ചെയ്തു, വീണ്ടും ഇതുപോലെ. അപ്പം എങ്ങോട്ടേക്ക്? ഡയറക്ട്രിക്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും? നമുക്കൊരു ഫൈനലി ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആൻസർ എത്ര? സിലിണ്ടർ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ള, ജനറാട്രിക്സും ഡയറക്ട്രിക്സും എന്താണെന്ന് നോക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ,
ബട്ട് ജനറാട്രിക്സും പാരാട്രിക്സിൻ്റെയും കോമ്പിനേഷൻ അനുസരിച്ച് പ്ലെയിൻ വരാം, സ്ഫിയർ വരാം, അങ്ങനെ പല രീതിയിൽ വരാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാം. Then next question. The correct sequence of machining operation to be performed to finish a large diameter through hole. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മെഷീനിങ് ഓപ്പറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെഷീനിങ് ഓപ്പറേഷൻ കറക്റ്റ് സീക്വൻസിൽ നമുക്ക് എഴുതണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിളായിട്ടൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് വരയ്ക്കുകയാണ്. ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് വരച്ചു. ഇനി നിങ്ങൾ അടുത്ത് പറയുക, ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ കൊടുക്കുക. ദിസ് വൺ ഈസ് 3 സെൻറ്റിമീറ്റർ ആവട്ടെ. ഇനിയും പറയുകയാണ്, ഇതിലൊരു ഹോൾ ഇടണം. ഇവിടെ ഒരു ഹോൾ ഇട്ട് ഒരു വലിയ ഹോളാക്കി അതിനെ നല്ലൊരു ഫിനിഷ് ചെയ്ത ഹോളാക്കണം. ഇതാണ് പർപ്പസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടൂൾ ഇവിടെ കൊണ്ടുവരും. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെയാണ് ഹോൾ ഉണ്ടെന്ന് കരുതുക. ടൂള് കൊണ്ടുവന്നിട്ട് എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഈ ഒരു പോയിന്റ് സെൻറ്റർ ആക്കണം, അല്ലേ? അതായത് ഇവിടാണ് എനിക്ക് ഹോൾ ഡ്രിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് ഈ ഒരു ലൊക്കേഷനാണ് ഹോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹോള് സെൻറ്റർ. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? സെൻറ്റർ ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്ത് ചെയ്യുന്നു? ഹോൾ ഇട്ടു. ഒരു ഹോള് ആസ് പെർ ഡയമെൻഷൻസ് ഇട്ടു. അപ്പോൾ അതിനെ എന്ത് പറയും? ജസ്റ്റ് ഒരു ഹോൾ ഇടുന്നതിന് ഡ്രില്ലിങ്. അപ്പം ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് സെൻറ്ററിങ്, സെക്കൻഡ് വൺ ഡ്രില്ലിങ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഡ്രില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കണം. ആദ്യം ഒരു പർട്ടിക്കുലർ ഡ്രിൽ ബിറ്റ് ഉണ്ട്. ആ ഡ്രിൽ ബിറ്റ് വെച്ച് ഫോർ എക്സാമ്പിൾ ഒരു 5 mm ഡ്രിൽ ബിറ്റ് ഉണ്ട്. അപ്പോൾ 5 mm വെച്ച് ഡ്രിൽ ചെയ്തു. ഇനിയും കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിനാണ് ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓൾറെഡി എന്ത് ചെയ്യുന്നു? ഡ്രിൽ ചെയ്ത ഹോളിനെ വലുതാക്കുന്ന ഓപ്പറേഷനാണ് ബോറിംഗ് ഓപ്പറേഷൻ. അപ്പോൾ മൂന്നാമത്തത് ബോർ ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഹോളിൻ്റെ ഇവിടെ നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ കുറേ സൈഡ്സിലൊക്കെ കുറേ ഒരു ഇറഗുലാരിറ്റീസ് കാണും. സോ വി നീഡ് ടു റിമൂവ് ദാറ്റ് ഇറഗുലാരിറ്റീസ് ഓൾസോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇറഗുലാരിറ്റീസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ ഫിനിഷ് ചെയ്യണം. സോ ദ ഫോർത്ത് വൺ ഈസ് ഫിനിഷിംഗ്. ആ ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഫിനിഷിങ്ങിനെ മാറ്റി തേർഡ് വൺ ഈസ് boring, fourth one is finishing operation is called reaming. Okay, so correct sequence of the machining operation to be performed to finish a large diameter through hole എന്തായിരിക്കും? First one is ഇവിടെ centering is not specified, so drilling, boring and reaming. So answer is A. Okay, so moving on to next question. Yeah, in modern CNC machine tools, backlash has been eliminated. So backlash, modern CNC machine tools, here the question is we need to eliminate the backlash. See, CNC, computer numeric control, that is another part, but here the question is in CNC how we can eliminate backlash. So definitely we need to know what is actually a backlash. So backlash is actually the clearance or looseness of the mechanical part. Clearance or looseness. For example, we have a nut and a screw. If I am just holding with one hand the screw and other hand I am just holding the nut,
And if I can easily push or pull the nut through the screw, then there is a clearance. അതുകൊണ്ടാണ് the nut is actually passing through the screw easily. So that is called looseness or clearance. So if two mechanical parts are not properly aligned, for example, if there is actually a clearance between the two parts, definitely that parts cannot perform effectively. So that is called backlash. So how we can eliminate backlash? Basically, in CNC, backlash is same as taking a screw and threading a nut onto it. So പറഞ്ഞതുപോലെ, if the nut needs to be in position, we need to reduce the clearance or looseness. So to reduce the clearance or looseness, നമ്മൾ എന്ത് ചെയ്യും? Screws are preloaded. The screws will be preloaded. കുറച്ചൊരു ലോഡ് കൊടുക്കും, so that the effective clearance or the looseness will be eliminated. So backlash, that is the clearance, can be eliminated in modern CNC machine tool by using preloaded ball screws. Answer is A. So we need to know ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ we need to know what is exactly a backlash. അപ്പോൾ backlash അറിഞ്ഞു കഴിഞ്ഞാൽ we can answer this particular question. Okay. So then the next one is, consider surface roughness profile. Here you can see surface roughness. Surface roughness എന്ന് പറഞ്ഞാൽ എന്താ? When we touch the surface of a particular machined part, definitely we can feel some undulations on the surface. That is called surface roughness. Here the question is, there are different methods to measure surface roughness. But here the question is, you need to measure the surface roughness using center line average method. Using center line average method, you need to measure the surface roughness. And surface roughness is usually indicated by R subscript A, RA. And since surface roughness, that is the undulations or the protuberance from the surfaces, are actually very small, they are specified in micrometers, this one. And here you can see there is a figure. This one, the surface roughness is indicated like this. This is the profile, and you need to measure the value using center line CLA method. So center line average or arithmetic average method is defined as the average values of ordinates. Ordinate means ordinate, and the ordinate is actually distance from x-axis. ഈ വാല്യൂസിനെയാണ് ordinates എന്ന് പറയുന്നത്. Distance from x-axis, that is the vertical lines, are called ordinates. And the average values of the ordinate from the mean line. Mean line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The line which is passing through the center. Omitting the signs of the ordinates, വളരെ important ആണ്. Omitting the signs of the ordinate. You need to omit the sign. Whether it is below this particular line or above the line, everything is treated as positive. And CLA value, that is the question. CLA value is calculated by using this particular formula. A1 plus A2 plus A3. Even though here it's specified that average values of the ordinate, but to calculate CLA value, we can take area 1, A1, A2, A3, A4. If there are n profiles, we need to take area of the nth profile also, and divided by the total length. Okay. So here you can see total length. Total length is L. L is L by 4 plus L by 4 plus L by 4 plus L by 4. 4 into L by 4, right?
4 times L by 4. That is, it is L. Length is L. What about the area? What about area? A1, A2, A3. All areas are similar because we need to exclude the sign. So A1 equal to 1 into L by 4. Similarly, A2 also equal to, since we need to exclude the sign, 1 into L by 4. Similarly, A3 and A4. So A1 plus A2 plus A3 plus A4 is L by 4 plus L by 4 plus L by 4 plus L by 4. That is also 4 times L by 4. That is 1. So CLA value is L by L, which is equal to 1. So the answer is D. Okay. So there are different methods to calculate surface roughness. In this question, you need to calculate the surface roughness using CLA method. Okay. So thank you.